നിങ്ങൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന 95% കാര്യങ്ങളും ഹാബിറ്റ്സ് മൂലം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ഈ ഹാബിറ്റ്സ്? ഹാബിറ്റ്സ് ആർ സീരീസ് ഓഫ് ബിഹേവിയേഴ്സ് ഓർ ഓട്ടോമാറ്റിക് ബിഹേവിയേഴ്സ് എന്ന് പറയും. സ്മോൾ ഹാബിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ട് വലുതായിരിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഡ്രൈവിംഗ് അറിയുന്ന ഒരാളാണെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജ് ഭയങ്കര ഹാർഡായിരിക്കും. നിങ്ങൾ ഗിയർ ബോക്സിലേക്ക് നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ഗിയർ മാറ്റുക, ബ്രേക്കിലേക്ക് ചവിട്ടി ബ്രേക്ക് ചവിട്ടുക. ഇതൊക്കെ സർവ്വസാധാരണമാണ്. എന്നാൽ നിങ്ങൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് കഴിഞ്ഞ് ഈ എല്ലാ സ്റ്റെപ്പും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ കൂടുതൽ ചിന്തിക്കാതെ തന്നെ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം. ഇനി നമുക്ക് ഈ ഹാബിറ്റ്സ് എങ്ങനെ ഫോം ചെയ്യുന്നത് നോക്കാം. അക്കോർഡിംഗ് ടു സയൻസ്, എവറി ഹാബിറ്റ് ഹാസ് 3 പാർട്സ്: ക്യൂ, റുട്ടീൻ ആൻഡ് റിവാർഡ്. അതിൽ ക്യൂ എന്ന് വെച്ചാൽ നിങ്ങൾ ഹാബിറ്റ്സ് തുടങ്ങാനുള്ള ട്രിഗർ എന്ന് പറയും. റുട്ടീൻ എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി. റിവാർഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ആ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന എഫക്റ്റ് ഓർ കൈൻഡ് ഓഫ് ഫീലിംഗ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ബോറടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻസ്റ്റ എടുത്ത് റീൽസൊക്കെ നോക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടും. അതിൽ ബോറടിക്കുക എന്ന് വെച്ചാൽ ക്യൂവും, ഇൻസ്റ്റയിൽ റീൽസ് നോക്കുക എന്ന് വെച്ചാൽ റുട്ടീൻ, ആൻഡ് അതിൽ കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു ഷോർട്ട് ടേം പ്ലഷർ, അതാണ് റിവാർഡ് എന്ന് വെച്ചാൽ. മെയിനായിട്ട് 2 ഡിഫറെൻറ്റ് വേയിൽ കൂടി നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടും. ലോങ് ടേം ഹാപ്പിനെസ്സിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ജിമ്മിലൊക്കെ പോയി നല്ലൊരു ഫിസിക്കൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസും ഒരു ഹാപ്പിനെസ്സും ഉണ്ട്. അപ്പോൾ അതൊന്നും ഷോർട്ട് ടേം അല്ല, 1 മന്തോ 2 മന്തോ കൊണ്ട് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അല്ല. നിങ്ങൾക്ക് ലോങ് ടൈം ഇതിനു വേണ്ടി നിങ്ങളുടെ ടൈം, നിങ്ങളുടെ എഫേർട്ട്, എനർജി എല്ലാം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ 1 ഇയർ എടുക്കാം, ചിലപ്പോൾ 2 ഇയർ എടുക്കാം. അത്രയും കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസും ആ ഒരു ഫിസിക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. എന്നാൽ ഷോർട്ട് ടേമിൽ കിട്ടുന്ന ഹാപ്പിനെസ് അങ്ങനെയല്ല. നിങ്ങൾക്ക് ചുമ്മാ ബോറടിക്കുമ്പോൾ മൊബൈലെടുത്ത് റീൽസ് നോക്കി നിങ്ങൾക്ക് ഒരു ആവശ്യമില്ലാത്ത കുറേ വീഡിയോസ് സ്ക്രോൾ ചെയ്ത് നോക്കുന്നതിൽ വലിയ എഫേർട്ടൊന്നും ആവശ്യമില്ല. അപ്പം നിങ്ങളുടെ ബ്രെയിനും കൂടുതൽ ഇതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ട് അല്ലെങ്കിൽ ട്രിഗർ ഉണ്ടാക്കും ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ബ്രെയിനും കൂടുതൽ എനർജി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഷോർട്ട് ടേം ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ മൊബൈൽ എടുത്ത് നോക്കാനുള്ള ഒരു ട്രിഗർ ഉണ്ടാവുന്നത്. അപ്പോൾ 2 കാര്യം ചെയ്യുമ്പോഴും കിട്ടുന്നത് ഹാപ്പിനെസ് ആണെങ്കിലും ഇതിൻ്റെ ലോങ് ടേം എഫക്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ അറ്റ് ലോങ് ടേം നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് നിങ്ങൾക്ക് അത് എഫക്റ്റ് ചെയ്യും. എന്നാൽ ചുമ്മാ മൊബൈൽ കണ്ടിരിക്കുന്നത് പേഴ്സണൽ ഗ്രോത്തിന് നിങ്ങൾ എഫക്റ്റ് ചെയ്യില്ല, അതൊരു ഉപകാരപ്പെടില്ല അറ്റ് ലോങ് ടേം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഹാപ്പിനെസ് വീണ്ടും കിട്ടാൻ വേണ്ടി ബ്രെയിൻ നിങ്ങൾ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കൈൻഡ് ഓഫ് കെമിക്കൽസ് നിങ്ങൾ ബ്രെയിനിൽ റിലീസ് ചെയ്യും. ഇറ്റ്സ് കോൾഡ് ഡോപ്പമിൻ. ഈ ഡോപ്പമിൻ റിലീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു ഷോർട്ട് ടേം പ്ലഷർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഹാബിറ്റ്സ് എങ്ങനെ ബിൽഡ് ചെയ്യുക എന്നതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. സോ കാണാത്തവർ പ്ലീസ് വാച്ച്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹാബിറ്റ്സ് ആർ നോട്ട് ഡെസ്റ്റിനി. It's a pattern written by our brain. So we can rewrite them one small change at a time. So വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. So bye, take care.